1981 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സമാധാന ദിനം സ്ഥാപിക്കുകയും 2001 എല്ലാ വർഷവും സെപ്റ്റംബർ 21 24 മണിക്കൂർ ആഗോള അഹിംസയ്ക്കും വെടിനിർത്തലിനും വേണ്ടിയുള്ള ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ഈ സംരംഭത്തെ ഹാർട്ട്ഫുൾനെസ് എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. 2025 അന്താരാഷ്ട്ര സമാധാന ദിനത്തോടനുബന്ധിച്ച് ഹാർട്ട്ഫുൾനെസ് ഗൈഡ് ദാജിയുടെ സന്ദേശം. പ്രിയ സുഹൃത്തുക്കളെ, നമസ്തേ. സമാധാനമാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. ധ്യാനം, പ്രാർത്ഥനകൾ, ബോധപൂർവമായ അവബോധം, ആത്മാർത്ഥമായ ഉദ്ദേശങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രത്തിലുള്ള നിശ്ചലതയുമായി നാം ബന്ധപ്പെടുമ്പോൾ നമുക്കുള്ളിൽ അനുഭവപ്പെടുന്ന സമാധാനം സ്വാഭാവികമായി നമ്മെ പിന്തുടരുകയും പുറത്തേക്ക് പ്രസരിക്കുകയും ചെയ്യും. അത് നമ്മുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും മാനവരാശിയെയും സ്വാധീനിക്കും. ഭൂമി മാതാവ് ആ സമാധാനപരമായ സ്പന്ദനങ്ങളാൽ പ്രകമ്പനം കൊള്ളും. പ്രവർത്തനത്തിനുള്ള ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പീസ് ചലഞ്ചിലൂടെ രാജ്യത്തുടനീളം ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ സമാധാന ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചതിന് കാനഡയിലെ ഹാർട്ട്ഫുൾനെസ് ആൻഡ് പീസ്ഫുൾനെസ് സമൂഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. 21 ദിവസത്തെ പീസ് ചലഞ്ചിൽ 10 നഗരങ്ങളിലായി വ്യക്തിഗത ഒത്തുചേരലുകളും 1000-ലധികം ആളുകളുടെ പങ്കാളിത്തവും ഉൾപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള മറ്റനവധി ഹാർട്ട്ഫുൾനെസ് സമൂഹങ്ങളും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. സെപ്റ്റംബർ 21 ഈ വെല്ലുവിളി പൂർത്തിയാക്കുന്ന പങ്കാളികളെ സമാധാന അംബാസഡർമാരായി ആദരിക്കും. ഒരു സമാധാന അംബാസഡർ എന്നത് ഒരു പദവിയേക്കാൾ കൂടുതലാണ്. അതൊരു വാഗ്ദാനമാണ്. വിധിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുവാനും മുറിവേറ്റിടത്ത് സുഖപ്പെടുത്തുവാനും ഭിന്നതയുള്ളിടത്ത് ഒന്നിപ്പിക്കുവാനുമുള്ള ഒരു വാഗ്ദാനം. ഉദാഹരണത്തിന്, സമാധാനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ മറന്നുപോയ ഹൃദയങ്ങളിൽ അവർ പ്രത്യാശ ജ്വലിപ്പിക്കുന്നു. ഒരു വ്യക്തി സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു തരംഗം തന്നെ ആരംഭിക്കുന്നു. കൂടുതൽ പേർ സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ ലോകം തന്നെ മാറുന്നു. സമാധാനപരമായ ഒരു ലോകത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓർക്കുക, നമ്മുടെ ഹൃദയമാണ് ലോകത്തെ ചേർത്ത് പിടിക്കുന്നത്.